മക്കളെ, ഇന്ന് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ ഖുഷിക്ക് ഖുഷി എന്ന ഭാഗവും അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കവിതയുമാണ് നമ്മൾ നോക്കുന്നത്. കവിതയുടെ പേര് ചിടിയാ കാ ഘർ. ചിടിയാ കാ ഘർ എന്നാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൻ്റെ മുകളിൽ തന്നിരിക്കുന്ന എന്തെല്ലാം ചിത്രങ്ങളാണുള്ളത്, അതിനൊക്കെ എന്താണ് പേര് പറയുന്നത് എന്ന് നോക്കാം. ഇത് മരമാണ് അല്ലേ? മരത്തിന് എന്താ പറയുന്നത്? പേട് എന്നാണ് പറയുന്നത്. നമുക്ക് എക്സാമിന് ചോദിക്കും, ഇതൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. മരത്തിന് പറയുന്നത് എന്താണ്? പേട് അല്ലേ? മരത്തിന് പേട് എന്ന് പറയും. അതുപോലെ തന്നെ മത്സ്യമാണ് ഇവിടെ കാണുന്നത് അല്ലേ? മത്സ്യത്തിന് എന്താണ് പറയുന്നത്? മച്ചലി എന്നാണ് പറയുന്നത്. എന്താണ് മത്സ്യത്തിന് പറയുന്നത്? മച്ചലി. മച്ചലി എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സ്യം. പിന്നീട് നമ്മളിവിടെ കാണുന്നത് പൂച്ചയാണ് അല്ലേ? പൂച്ചയ്ക്ക് എന്താ പറയുന്നത് അറിയോ? ബില്ലി എന്നാണ് പൂച്ചയ്ക്ക് പറയുന്നത്. എന്താ പറയുന്നത്? ബില്ലി. ബില്ലി പറഞ്ഞാൽ എന്താണ്? പൂച്ച. ബില്ലി എന്നാണ് പൂച്ചയ്ക്ക് പറയുന്നത്. അടുത്തത് ഇവിടെ ചെടിയാണ് അല്ലേ? ചെടിമേൽ പൂവുണ്ടായിട്ടുണ്ട്. പൂവിന് എന്താ പറയാ? ഫൂൽ എന്നാണ് പറയുന്നത്. പൂവിന് പറയുന്ന പേരെന്താണ്? ഫൂൽ. ഫൂൽ എന്ന് പറഞ്ഞാൽ പൂവ്. ചെടിക്ക് പറയുന്നത് പൗതേ. പൗതേ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെടികളാണ്. രണ്ട് ചെടി ഉണ്ട് അല്ലേ? പൗതേ. പൗതയാണ് എന്ത്? ചെടികൾ. അത് പാന്നാണ് കേട്ടോ. പൗതേ എന്ന് പറഞ്ഞാൽ ചെടി. ഇനി ഇവിടെ മേഘമാണ് നമ്മൾ കാണുന്നത് അല്ലേ? മേഘം എന്താണ് പറയാ? ബാദൽ. ബാദൽ പറഞ്ഞാൽ എന്താണ്? മേഘമാണ്. ബാദൽ, മേഘം. ബാദൽ പറഞ്ഞാൽ എന്താണ്? മേഘം. പിന്നെ നമ്മുടെ പശുവിനെ കാണുന്നുണ്ട് അല്ലേ? പശു. പശുവിന് എന്താ പറയുന്നത്? ഗായ്. ഗായ് എന്ന് പറഞ്ഞാൽ പശു. എന്താണ് പശുവിന് പറയുന്നത്? ഗായ്. ഗായ് എന്ന് പറഞ്ഞാൽ പശു. പശുക്കുട്ടിയെ കാണുന്നുണ്ട്. പശുക്കുട്ടിക്ക് എന്താ പറയാ? ബച്ചട. ബച്ചട. ബ ച ഡ. ബച്ചട എന്ന് പറഞ്ഞാൽ എന്താണ്? പശുക്കുട്ടിയാണ് ബച്ചട. ഓക്കെ. ബച്ചട എന്ന് പറഞ്ഞാൽ എന്താണ്? പശുക്കുട്ടിയാണ് ബച്ചട. ഇനി അടുത്തത് ഇവിടെ ഒരു വീട് കാണുന്നുണ്ട് അല്ലേ? വീട്. വീടിന് എന്താ പറയുന്നത്? ഘർ എന്നാണ് വീടിന് പറയുന്നത്. എന്താണ് വീടിന് പറയുന്നത്? ഘർ എന്നാണ് വീടിന് പറയുന്നത്. ഈ ബച്ചട എന്ന് നമ്മൾ എഴുതുമ്പോൾ കുറച്ച് അങ്ങനെ ബച്ചട കേട്ടോ. ബച്ചട എന്ന് പറഞ്ഞാൽ എന്താണ്? പശുക്കുട്ടിയാണ് ബച്ചട. ഈ ബ അങ്ങനെ അങ്ങോട്ടേക്ക് മുട്ടിക്കാണ്ട് ബ. ബച്ചട. ബച്ചട എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി. ഇവിടെ നേരത്തെ ബില്ലി നമ്മൾ പറഞ്ഞതാണ്. പിന്നീട് ഇവിടെ പത്ത ഇലകളുണ്ട് അല്ലേ? ഇലയ്ക്ക് എന്താ പറയാ? പത്ത എന്ന് പറയും. ഇത് പായലാണ്. പായൽ. അപ്പം നമുക്ക് പത്താന്ന് എഴുതണ്ട. അതെന്താണ്? വെള്ളമാണ് കാണുന്നത് അല്ലേ? പിന്നീട് പായലാണത്. അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണ്? പാനിയാണ്. എന്താണ് ഇവിടെ ഉള്ളത്? പാനി. പാനി എന്നാണ്. പാനി. പിന്നെ മഴ പെയ്യുന്നുണ്ട് അല്ലേ? മഴ ഇങ്ങനെ പെയ്യുന്നതായിട്ട് ഇവിടെ അങ്ങനെ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ അങ്ങനെ ഉണ്ടോ? അപ്പം മഴയ്ക്ക് പറയുന്നത് വർഷ. മഴയ്ക്ക് എന്താ പറയുന്നത്? വർഷ. എന്താണ് മഴയ്ക്ക് പറയാ? വർഷ എന്നാണ് പറയാ. പിന്നെ ഇവിടെ ഒരു ഹാത്തീനെ കാണുന്നുണ്ട് അല്ലേ? വെള്ളത്തിൽ. ആരാണുള്ളത്? ഹാത്തി. ഹാത്തി. ഹാത്തി പറഞ്ഞാൽ എന്താണ്? ആന. ഹാത്തി എന്താണ്? ആന. ഇവിടെ ഒരു ഹാത്തി ഉണ്ട്. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഒരു മുതലുണ്ട് അല്ലേ? പിന്നീടോ ഒരു ചിടിയ ഉണ്ട്. ചിടിയ. ചിടിയ നിങ്ങൾക്ക് അറിയുന്നതാണ് ചിടിയ എന്ന് പറഞ്ഞൊരു മീൻ. ഇതാ പിന്നെ തവളേനെ കാണുന്നുണ്ട് അല്ലേ? തവള. തവളയ്ക്ക് എന്താ പറയുന്നത്? മേണ്ടക്. തവളയ്ക്ക് എന്താ പറയുന്നത്? മേണ്ടക്. മേണ്ടക് എന്ന് പറഞ്ഞാൽ തവള. അത് പഠിക്കണം കേട്ടോ. മേണ്ടക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പം അത്രയാണ് നമ്മൾ ഇതിൽ കണ്ടിട്ടുള്ളത്. ആരെയൊക്കെയാണ് കണ്ടത്? മേണ്ടക്. പിന്നെന്താണ്? വെള്ളമാണ് കേട്ടോ. പാനി, വെള്ളം. ഇവിടെ നമ്മളിവിടെ വെള്ളം കണ്ടു. വർഷ, മഴ. ഹാത്തി, ആന. പശുക്കുട്ടിയെ കണ്ടു. ബച്ചട. ഗായ്, പശു. ഘർ, വീട്.
ബാദൽ മേഘം, പൗധേ ചെടികൾ, ഫൂൽ പൂക്കൾ, ബില്ലി പൂച്ച, മച്ചലി മത്സ്യം. അല്ലേ? അത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒരു പേട്, മരമുണ്ട്. ഇത്രയും ചിത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പം നിങ്ങൾ എന്തൊക്കെ ചിത്രത്തിൻ്റെ പേരാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. മച്ചലി, അതുപോലെ തന്നെ ബില്ലി, ഇതൊക്കെ എന്തായാലും പഠിച്ചതൊക്കെ എക്സാമിൽ ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് ഇവിടെ താഴെ തവളയ്ക്ക് എന്താണ് പറയുക, പക്ഷിക്ക് എന്താണ് പറയുക ചോദിക്കും. ചിടിയ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ് എഴുതാഞ്ഞത്. പക്ഷിക്ക് എന്താ പറയുക? ചിടിയ എന്ന് പറഞ്ഞ പക്ഷി. ഓക്കെ, ഇനി നമുക്ക് കവിതയിലേക്ക് വരാം. ചിടിയാ കാ ഘർ എന്നാണ് നിങ്ങളുടെ കവിതയുടെ പേര്. എന്താണ് കവിതയുടെ പേര്? ചിടിയാ കാ ഘർ. ചിടിയ എന്ന് പറഞ്ഞ പക്ഷി, പക്ഷിയുടെ വീട്. പക്ഷിയുടെ വീട് പറഞ്ഞാൽ എന്താണ്? കൂടാണ് അല്ലേ? കൂട് എവിടെയാണ് ഉണ്ടാക്കുക? മരത്തിലാണ് പക്ഷികൾ അവരുടെ വീട്, അതായത് അവരുടെ കൂട് ഉണ്ടാക്കുന്നത് മരത്തിലാണ് അല്ലേ? ഇത് ചിടിയാ കാ ഘർ. നിരങ്കാർ ദേവ് സേവകാണ് എഴുതിയിരിക്കുന്നത്. നിരങ്കാർ ദേവ് സേവക്. ചിടിയാ ലിയേ ചോഞ്ചുമേൻ തിനുക്ക. എന്താണ് വായിക്കുക? ചിടിയാ ലിയേ ചോഞ്ചുമേൻ തിനുക്ക. ചോഞ്ച് എന്ന് പറഞ്ഞാൽ ചുണ്ട്. എന്താണ് ചോഞ്ച്? ചുണ്ട്. ചിടിയ പറഞ്ഞ പക്ഷി, ചോഞ്ച് ചുണ്ട്. തിനുക്ക എന്ന് പറഞ്ഞാൽ പുൽക്കൊടി, ചെറിയ പുല്ലിൻ്റെ കൊടി, ചെറിയ പുല്ല് അല്ലെങ്കിൽ വൈക്കോലിൻ്റെ ഒക്കെ കഷ്ണം പക്ഷികൾ കൊത്തിക്കൊണ്ടു പോകൂലേ? എന്തിനാണ്? അവർക്ക് കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചിടിയാ ലിയേ ചോഞ്ച് മേം തിനുക്ക. പക്ഷി ചുണ്ടില് പുൽക്കൊടിയുമായിട്ട് ചലി ബനാനേ ഘർ. ഘർ ബനാനേ ചലി. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഘർ പറഞ്ഞ വീട്, ബനാന പറഞ്ഞാൽ നിർമ്മിക്കുക, ചലി പോയി. അപ്പോൾ ചുണ്ടില് പുൽക്കൊടിയുമായിട്ട് പക്ഷി വീട് നിർമ്മിക്കാൻ പോയിന്ന്. ഘർ ബനാനേ ചലി. ചലി ബനാനേ ഘർ. നേരെ വായിക്കുമ്പോൾ എങ്ങനെയാണ്? ചലി ബനാനേ ഘർ. ഘർ പറഞ്ഞ വീട്, ബനാന നിർമ്മിക്കുക, ഉണ്ടാക്കുക. വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പോയി. कौन रहेगा उस घर के अंदर. ഉസ് ഘർ പറഞ്ഞ ആ വീട്, ആ വീടിൻ്റെ അന്തർ ഉള്ളിൽ, ആ വീടിൻ്റെ ഉള്ളിൽ. കോൻ രഹേഗ. രഹ്ന പറഞ്ഞ എന്താണ്? താമസിക്കുക. കോൻ രഹേഗ, ആര് താമസിക്കും ആ വീടിൻ്റെ ഉള്ളിൽ. ആര് താമസിക്കും ആ വീടിൻ്റെ ഉള്ളിൽ. കോൻ രഹേഗ ഉസ് ഘർ കെ അന്തർ. ചിടിയാ ലിയേ ചോഞ്ചമേൻ തിനുക്ക ചലി ബനാനേ ഘർ. ചുണ്ടിൽ പുൽക്കൊടിയുമായി പക്ഷി കൂടുണ്ടാക്കാൻ പോയി. ആര് താമസിക്കും ആ വീടിൻ്റെ ഉള്ളിൽ. അടുത്തത് നോക്കാം. ചിടിയാക്കെ ദോ ബച്ചേ ഹോങ്കേ. പക്ഷിയുടെ 2 കുഞ്ഞുങ്ങളുണ്ടാകും. ഉസ് ഘർ കെ അന്തർ, ആ വീടിൻ്റെ ഉള്ളിൽ. ഉസ് ഘർ കെ അന്തർ. അപ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ ആരുണ്ടാവുന്ന പറയണത്? പക്ഷിയുടെ 2 കുഞ്ഞുങ്ങളുണ്ടാവുന്നു അല്ലേ? ചിടിയാക്കെ ദോ ബച്ചേ ഹോഗേ. പക്ഷിയുടെ 2 കുഞ്ഞുങ്ങളുണ്ടാകും. ഉസ് ഘർ കെ അന്തർ, ആ വീടിൻ്റെ ഉള്ളിൽ. കുഞ്ഞുങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷികൾ എന്ത് ചെയ്യുന്നത്? കൂടുണ്ടാക്കുന്നത് അല്ലേ? पर निगले तो उड़ जाएंगे. पर പറഞ്ഞ പങ്ക്, ചിറക്. പറഞ്ഞ എന്താണ്? പങ്ക്, ചിറക്. നിഗലേത്തോ പറഞ്ഞാൽ ചിറക് മുളച്ചാൽ. നിഗൽന പറഞ്ഞാൽ മുളയ്ക്കുക, പുറത്തേക്ക് വരിക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അപ്പോൾ ചിറക് മുളച്ച് വന്നാൽ, ചിറക് മുളച്ചാൽ ഉടുജായെങ്കിൽ പറന്നു പോകും. പക്ഷികൾ ആ കൂട്ടിലുണ്ടാവും ചിറക് മുളയ്ക്കുന്നത് വരെ അല്ലേ?
ചിറക് മുളച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉഡ് ജായേങ്കെ പറന്നു പോകും. ഫർ ഫർ കണ്ടോ? ഫർ അവർ പറക്കുന്ന ശബ്ദമാണ് അങ്ങനെ ഫർ എന്ന് പറയുന്നത്. ഫർ എന്നുള്ള ശബ്ദത്തിൽ അവരെന്ത് ചെയ്യും? ചിറക് മുളച്ച് കഴിഞ്ഞാൽ പറന്നു പോകും. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് ഈ കവിത ഉള്ളത്. ഒന്നുകൂടെ വായിച്ചു നോക്കാം. ചിടിയാ ലിയേ ചോഞ്ച് മേ തിനുക്ക ചലി ബനാനെ ഗർ कौन रहेगा उस घर के अंदर. चिड़िया के 2 बच्चे होंगे उस घर के अंदर पर निकले तो उड़ जाएंगे फर फर फर. ഇനി അടുത്തത് പഹ്ചാനേം ലിഖേം. ഇതിൽ തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയാണ്. തിനുക്ക എന്നും അതുപോലെ തന്നെ ചോഞ്ച് എന്നും തന്നിട്ടുണ്ട്. തിനുക്ക പറഞ്ഞാൽ എന്താണ്? പുൽക്കൊടി. ചോഞ്ച് പറഞ്ഞാലോ ചുണ്ട്. അപ്പം ആ രണ്ടെണ്ണം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ഇങ്ങോട്ടേക്ക് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പുൽക്കൊടി കണ്ടോ? അതിൻ്റെ ചുണ്ടിൽ കൊത്തിപ്പിടിച്ച് കണ്ടോ? കൊത്തിപ്പിടിച്ചിട്ട് ഒരു പുൽക്കൊടി നെൽക്കതിര് കാണുന്നുണ്ടോ? പുൽക്കൊടി കാണുന്നുണ്ടോ നിങ്ങൾ? അതാണ് തിനുക്ക. പിന്നെ ചുണ്ടിൻ്റെ നേരെ ഒരു ബലൂൺ ഉണ്ട് അല്ലേ? അതാണ് ചോഞ്ച്. നമ്മൾ രണ്ടിനും നിറം കൊടുത്ത് കാണിച്ചു തരാം കേട്ടോ. രണ്ടിനും നിറം കൊടുക്കാം നമുക്ക്. അപ്പോൾ ചോഞ്ചിന് നമുക്ക് ചുവപ്പ് കളർ കൊടുക്കാം. അതാ ചോഞ്ച്. ചോഞ്ച് ഇതാണ്. ഈ ഒരു ബലൂൺ ഉണ്ടല്ലോ, അതാണ് എന്ത്? ചോഞ്ച്. ഇവിടേക്ക് ചോഞ്ച് എന്ന് എഴുതാം. പിന്നെ അടുത്തത് വരുന്നത് എന്താണ്? തിനുക്കയാണ് അല്ലേ? തിനുക്ക. അത് മഞ്ഞ കളർ കൊടുത്ത് കാണിച്ചു തരാം. ഇതാണ് തിനുക്ക. ഈ തിനുക്ക എന്നത് നമ്മൾ എവിടെ എഴുതണം? ഇവിടേക്ക് എഴുതണം. തിനുക്ക. മനസ്സിലായോ? ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ തിനുക്ക എന്ന് എഴുതേണ്ടത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ചോഞ്ച് എന്ന് എഴുതണം. ഈ ചുവപ്പ് കളറുള്ള ചോഞ്ച് ഇവിടേക്ക് എഴുതണം, തിനുക്ക ഇവിടേക്ക് എഴുതണം. മനസ്സിലായില്ലേ? ഇനി അടുത്ത വർക്ക് വരുന്നത് ചിടിയാക്കി ചോഞ്ചമേ ക്യാഹേ എന്നാണ് ചോദ്യം. ചിടിയുടെ ചുണ്ടിൽ എന്താണുള്ളത്? എന്താണുള്ളത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റൂലേ? ചുണ്ടിൽ എന്താ ഉള്ളത്? തിനുക്ക. ഇത് തന്നെ, ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. തിനുക്കയാണ് ചുണ്ടിൽ ഉള്ളത്. തിനുക്ക. ഇനി അടുത്ത ചോദ്യം പഹ്ചാനെ ഓർ ലിഖേം എന്നാണ്. ഗർക്കെ അന്തർ ചിടിയാക്കെ ബച്ചേ ഹെ. കൂട്ടിൻ്റെ ഉള്ളിൽ ആരുണ്ട്? പക്ഷിയുടെ കുഞ്ഞുങ്ങളുണ്ട്. കണ്ടോ? കൂടുതാ. കൂട്ടിൻ്റെ ഉള്ളിൽ പക്ഷീൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടോ? കൂട്ടിൻ്റെ ഉള്ളിൽ പക്ഷീൻ്റെ കുഞ്ഞുങ്ങളുള്ള ചിത്രം ഇതല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കൂട്ടിൻ്റെ ഉള്ളിൽ പക്ഷിയുടെ കുഞ്ഞുങ്ങളുണ്ട് എന്നത് എത്രാമത്തെ ചിത്രത്തിനാണ് എഴുതേണ്ടത്? 3-ാമത്തെ ചിത്രത്തിന് അല്ലേ? ഇത് 1-ാമത്തത്, ഇത് 2-ാമത്തത്, ഇത് 3-ാമത്തെയാണ്. അപ്പം നമ്മൾ 3-ാമത്തെ ചിത്രത്തിനാണ് ഇത് എഴുതേണ്ടത്. ഓക്കെ, ഗർക്കെ അന്തർ ചിടിയാക്കെ ബച്ചേ ഹേ. ഈ ചിത്രത്തിലാണ് നമ്മളത് എഴുതേണ്ടത്. ഇനി അടുത്തത് നോക്കാം. चिड़िया तिनकों से घर बनाती है. चिड़िया तिनकों से घर बनाती है എന്നാണ് പറഞ്ഞത്. ചിടിയ തിനുക്കോം സേ ഘർ ബനാത്തി ഹേ. പക്ഷി എന്താണ്? പുൽക്കൊടി ഉപയോഗിച്ചിട്ട് വീടുണ്ടാക്കിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. പുൽക്കൊടി ഉപയോഗിച്ചിട്ട് വീട് ഉണ്ടാക്കുന്ന പക്ഷി കണ്ടോ? ഇതാണ്. പുൽക്കൊടി ഉപയോഗിച്ച് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. വീട് കുറച്ചിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി പണി തീർക്കാൻ വേണ്ടിയിട്ട് പുൽക്കൊടിയായിട്ട് പറന്നു പോകുന്ന പക്ഷിയിലെ. അപ്പോൾ ഈ പക്ഷി എന്താ ചെയ്യുന്നത്? പുൽക്കൊടി കൊണ്ട് വീടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2-ാമത്തെ നമ്മൾ എവിടെയാണ് എഴുതേണ്ടത്? 1-ാമത്തെ വരിയിലാണ് എഴുതേണ്ടത്. 1 ഇതാ ഇവിടെയാണ് നമ്മൾ അത് എഴുതേണ്ടത്. ഇവിടെ 1. ഓക്കെ, ഇവിടെയാണ് നമ്മൾ പക്ഷി എന്ത് ചെയ്യുന്നു? വീട് ഉണ്ടാക്കുന്നു എന്നുള്ളത് എഴുതേണ്ടത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ചിടിയാക്കെ ബച്ചേ ഉഡ് ജാത്തേ ഹേ. പക്ഷിയുടെ കുട്ടികൾ പറന്നു പോകുന്നു. കണ്ടോ? പക്ഷിക്കുട്ടികൾ പറന്നു പോകുന്നത് കണ്ടോ? അത് ഇവിടെയാണ് വരിക അല്ലേ? 2-ാമത്തതില്. ഇതെവിടെയാണ് വരുന്നത്? 2-ാമത്തതാണ്. പക്ഷിക്കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നു എന്നത് നമ്മൾ ഇവിടെ എഴുതണം. ഈ 2 എന്ന നമ്പർ ഇട്ടത് ഈ 2 എന്ന നമ്പർ ഇട്ടടുത്ത് എഴുതാം. മനസ്സിലായോ? 1 എന്ന നമ്പർ ഇട്ടടുത്തേക്ക് 1 എഴുതാം. ഇനി 3 ആണ് അല്ലേ? 3 എന്ത് ചെയ്യണം? നമ്മളിവിടെ 3 എന്ന നമ്പർ ഇട്ടടുത്തേക്ക് എഴുതാം. മനസ്സിലായില്ലേ?
അപ്പോൾ ഒന്നാമത്തേൻ്റെ ഉത്തരം അതാ ചിടിയാ തിനിക്കോം സേ ഘർ ബനാത്തി ഹേ. രണ്ടാമത്തത് ചിടിയാക്കെ ബച്ചെ ഉഡ് ജാത്തെ ഹേ, പക്ഷെ കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നു. മൂന്നാമത്തത് ഘർക്കെ അന്തർ ചിടിയാക്കെ ബച്ചെ ഹേ, വീട്ടിൻ്റെ ഉള്ളിൽ ആരുണ്ട്? പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട്. മൂന്നാമത്തത് ഇവിടെ എഴുതാം. മനസ്സിലായല്ലോ? അത് മൂന്നും നിങ്ങൾ നോക്കിയിട്ട് എഴുതിയാൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. ഇനി അടുത്തത് നോക്കാം. പഹ്ചാനേം ഓർ താലിക ബരീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരിച്ചറിഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുള്ള ബോക്സ് ഫില്ല് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞത്. ഘർക്കെ അന്തർ കോൻ ഹേ, ഇവിടെ ചിത്രം ഉണ്ടല്ലോ, ഈ ചിത്രത്തിലേക്ക് നോക്കുക. വീട്ടിൻ്റെ ഉള്ളിൽ ആരാ ഉള്ളത്? ഒരു ആൺകുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആരാണ് വീട്ടിൻ്റെ ഉള്ളിലുള്ളത്? ആൺകുട്ടി ഉണ്ട്. അപ്പോൾ ഘർക്കെ അന്തർ ലഡ്കാ ഹേ, വീട്ടിൻ്റെ ഉള്ളിൽ ആൺകുട്ടിയുണ്ട് എന്ന് നമ്മൾ എഴുതി. ഇനി രണ്ടാമത്തത് കുത്താ കഹാ ഹേ, ഇവിടെ ഒരു കുത്ത നിൽക്കുന്നത് കണ്ടോ? അപ്പൊ കുത്ത എവിടെയാണുള്ളത്? ബാഹർ ആണ് അല്ലേ? കുത്ത എവിടെയാണുള്ളത്? ബാഹർ. അപ്പൊ കുത്ത കഹാ ഹേ എന്നതിന് നമ്മൾ എന്താണ് ആൻസർ എഴുതേണ്ടത്? എന്താണ് എഴുതേണ്ടത്? കുത്ത ഘർക്കെ ബാഹർ ഹേ. ഇതാണ് രണ്ടാമത്തെ ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ഉത്തരം കുത്ത കഹാ ഹേ. ഇവിടെ 2. ആ 2ന്റെ ഉത്തരം എന്താണ്? കുത്ത ഘർക്കെ ബാഹർ ഹേ. ഇതാണ് 2ന്റെ ഉത്തരം. ഇനി മൂന്നാമത്തെ നോക്കാം. ഇവിടേക്കാണ് നമ്മൾ അത് എഴുതേണ്ടത് കേട്ടോ. 3 നദിമേ ക്യാ ഹേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നദിയിൽ എന്താണ്? എന്താണ് നദിയിലുള്ളത്? മത്സ്യം ഉണ്ട് അല്ലേ? മച്ചലി. നദിമേ മച്ചലി ഹേ. മൂന്നാമത്തത് നദിമേ മച്ചലി ഹേ. മൂന്നാമത്തെ എന്താ വരുന്നത്? നദിമേ മച്ചലി ഹേ. മൂന്നാമത്തത് കേട്ടോ. മൂന്നാമത്തത് നദിമേ മച്ചലി ഹേ. 4 ബഗീച്ചേ മേ കോൻ ഹേ, തോട്ടത്തിൽ ആരാണ് എന്നാണ് ചോദ്യം. തോട്ടത്തിൽ ആരാണുള്ളത്? ഒരു പെൺകുട്ടി ഉണ്ട് അല്ലേ? തോട്ടത്തിൽ ഒരു പെൺകുട്ടി ഉണ്ട്. പിന്നെ തോട്ടത്തിൽ പൂക്കളും ഉണ്ട്. ബഗീച്ചേ മേ ലഡ്കി ഹേ, തോട്ടത്തിൽ ആരാണുള്ളത്? തോട്ടത്തിൽ പെൺകുട്ടി ഉണ്ട്. തോട്ടത്തിൽ പെൺകുട്ടി ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നാലാമത്തത് എഴുതേണ്ടത്. 4. നാലാമത്തത് നമ്മൾ എഴുതേണ്ടത് എന്താണ്? 4 ബഗീച്ചേ മേ കോൻ ഹേ. കണ്ട 4 ബഗീച്ചേ മേ ലഡ്കി ഹേ എന്ന് എഴുതാം. ഇവിടേക്ക് ബഗീച്ചേ മേ ലഡ്കി ഹേ എന്ന് എഴുതാം. അടുത്തത് ചിടിയാ കഹാ ഹേ എന്നാണ് ചോദ്യം. പക്ഷി എവിടെയാണ്? പക്ഷി എവിടെയാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്? മരത്തിലാണ് അല്ലേ? മരത്തിൽ പക്ഷിയുണ്ട്. പേട് പർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉത്തരമായിട്ട് എഴുതേണ്ടത്. പക്ഷി എവിടെയാണുള്ളത്? പേട് പർ. പേട് പർ. അപ്പം അഞ്ചാമത്തത് ചിടിയാ പേട് പർ ഹേ. ഇതാണ് അഞ്ചാമത്തത്. ഓക്കെ, അഞ്ചാമത്തത് ചിടിയാ പേട് പർ ഹേ. ഇവിടേക്ക് ആ അഞ്ചാമത്തത് എഴുതാം. അപ്പോൾ ഒന്നാമത്തതാണ് കുത്താ കഹാ ഹേ എന്നുള്ളതിൻ്റെ ഉത്തരം എന്താണ് വരുന്നത്? രണ്ടാമത്തത്. ഒന്നാമത്തെ ഇവിടെ തന്നിട്ടുണ്ട്. രണ്ടാമത്തത് കുത്ത കഹാ ഹേ, കുത്ത ഘർക്കെ ബാഹർ ഹേ. അടുത്തത് 2 ഒരേ മഷി കൊണ്ടാണ് നമ്മൾ എഴുതിയത് കേട്ടോ. ഇനി മൂന്നാമത്തെ നദീമേ ക്യാ ഹേ, നദീമേ മച്ചലി ഹേ. 3. 4 ബഗീച്ചേ മേ കോൻ ഹേ, ബഗീച്ചേ മേ ലഡ്കി ഹേ. അടുത്തത് ചിടിയാ കഹാ ഹേ, ചിടിയാ പേട് പർ ഹേ. മനസ്സിലായോ? അത്രയും നമ്മൾ ഈ മഷി എഴുതിയതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ നമ്പർ തന്നിട്ടുണ്ടല്ലോ, അതിനനുസരിച്ച് ഇവിടേക്ക് എഴുതാം. ഇനി അടുത്തത് വരുന്നത് വിചിത്ര ജീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠമാണ്. ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു ചിത്രകഥയാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് നോക്കി, അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി നോക്കി. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ.